ഇന്ന് എസ്റ്റേറ്റിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. ഞാനിന്ന് ചക്ക ഒരു വർഷത്തേക്ക് എങ്ങനെയൊക്കെ സൂക്ഷിക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. പല തരത്തിൽ നമുക്കത് സൂക്ഷിക്കാൻ പറ്റും. ഇവിടുന്ന് ഇവരെല്ലാവരും കൂടി എനിക്ക് ചക്ക അരിഞ്ഞു തരുന്നുണ്ട്. അവർ ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് ഇരിക്കുന്ന ആ ഒരു സമയത്താണ് കേട്ടോ. ഞങ്ങൾക്ക് വേഗം തിരിച്ചു പോകണം, അതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടിയിരുന്ന് ചക്കയൊക്കെ വൃത്തിയാക്കി തരുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ തരുന്നതുകൊണ്ട് എനിക്ക് കൊണ്ടുപോയി ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അല്ലാതെ മുറിച്ച് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ പഴുത്ത ചക്കയും പച്ച ചക്കയും രണ്ടും കൊണ്ടുവന്നിരുന്നു കേട്ടോ. പഴുത്ത ചക്ക വീട്ടിലെത്തിയ ഉടനെ ഞാൻ വരട്ടാനായി ഒരു ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട്, നോൺ സ്റ്റിക്ക് പാത്രമാണ് കേട്ടോ ഏറ്റവും നല്ലത്. അത് ആദ്യം പുഴുങ്ങിയൊന്നും എടുക്കില്ല, ഞാൻ ഇതേപോലെ ലോ ഫ്ലെയിമിൽ അങ്ങ് വെക്കും. കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി അത് വെന്ത് കിട്ടും കേട്ടോ. പണ്ടൊക്കെ നമ്മൾ ആവിയിൽ വേവിച്ച് അരച്ചിട്ടൊക്കെ ആയിരുന്നു ഉണ്ടാക്കുക. ഇപ്പോൾ അങ്ങനെയൊന്നും വേണ്ട, ഞാൻ എളുപ്പത്തിൽ ഇത് ഇങ്ങനെ ചെയ്യുക. കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ശർക്കരയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് പോരാൻ തോന്നിയോണ്ട് വീണ്ടും ഞാൻ കുറച്ച് ശർക്കര ചേർത്തു. കാരണം ഇത് ഞാൻ പായസത്തിന് അട അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വരട്ടിയാണ് ഉണ്ടാക്കുന്നത്. കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ ആദ്യം കുറച്ച് ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. കുറച്ച് ബോൾസൊക്കെ ആക്കി വെച്ചിരുന്നു. ആ ബോൾസ് ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും അതിലേക്ക് പഞ്ചസാര ഒന്ന് കോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓരോ ബോൾസും പഞ്ചസാരയിൽ ഇങ്ങനെ കോട്ട് ചെയ്ത് വെച്ചാൽ എത്ര നാൾ വേണമെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാം, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. ഞാനിത് വരട്ടിയിട്ട് ഫ്രീസറിലേക്ക് വെക്കും കേട്ടോ. കാരണം ഫ്രിഡ്ജിലല്ല, ഞാൻ ഫ്രീസറിലാണ് വെക്കാറ്. ഫ്രിഡ്ജിൽ എനിക്ക് സ്ഥലം കുറവായി തോന്നും കേട്ടോ, അപ്പോഴും സാധനങ്ങളില്ലോണ്ട്. അപ്പോൾ ഇത് ഫ്രീസറിൽ തന്നെ വെക്കും. സാധാരണ ചക്ക വരട്ടി പോലെ ഇത് അത്ര ഡ്രൈ ആക്കുന്നില്ല കേട്ടോ. ഒരുവിധം വരട്ടി കഴിയുമ്പോൾ തന്നെ ഞാനൊരു സിപ്പ് ലോക്കറിൽ എടുത്ത് വെക്കാറാണ്. ഇപ്പോൾ ഇത് റെഡി ആയി കേട്ടോ. ഇതിലേക്ക് കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത്ര മാത്രമേ ഞാൻ ഡ്രൈ ആക്കുന്നുള്ളൂ. ഇപ്പോൾ ഇത് ഞാൻ ഒരു കവറിലാക്കി ഫ്രീസറിലോട്ട് വെക്കുന്നുണ്ട്. ഇത് ഫ്രീസറിൽ വെച്ചാൽ ഒരിക്കലും കട്ടിയാവില്ല കേട്ടോ, ഇതേപോലെ തന്നെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. പക്ഷേ ചീത്തയാവാതിരിക്കാനാണ് അധികം ഡ്രൈ ആക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വെക്കുന്നതാണ്. പെട്ടെന്ന് അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എടുക്കാമല്ലോ. ഇപ്പോൾ അടുത്തത് ഞാൻ പച്ചച്ചക്കയാണ് എടുക്കുന്നുള്ളത്. പച്ചച്ചക്ക വെച്ച് ഞാൻ കുറേ ഉണക്കിയൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുട്ട് ഉണ്ടാക്കാമല്ലോ അത് പൊടിച്ചിട്ട്. അതൊക്കെ നല്ല വെയിലുള്ള സമയത്ത് ചെയ്തതാണ്. ബാക്കിയുള്ള ചക്ക ഞാൻ ഇതാ കുരുവും ഇതൊക്കെ വേറെ വേറെ ആക്കുന്നുണ്ട്. കാരണം അവർക്ക് അതിന് സമയം കിട്ടിയില്ല. അപ്പോഴത്തേക്ക് ഞങ്ങൾ വരാൻ ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് വന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് ഞാനെല്ലാം കുരുവും ഇതൊക്കെ വേറെ വേറെ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാനെങ്ങനെ ചക്കക്കുരു സൂക്ഷിച്ച് വെക്കുന്നത് കൂടി ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഒരു വർഷത്തേക്ക് കൊണ്ട് ചക്കക്കുരുവും കൂടി നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചക്ക ഞാൻ ചെറുതായി നുറുക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നമുക്ക് തോരനോ എലിശ്ശേരി ഇങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെയാണ് കേട്ടോ മുറിക്കാറ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മുറിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് വെച്ചാൽ മതി. ഈ മുറിച്ച ചക്ക നമുക്ക് 2-3 മാസത്തേക്ക് നിൽക്കില്ല കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഇത്രയും ചക്കക്കുരു കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ മുറിച്ച് വെച്ച ചക്ക കൊണ്ട് ഞാൻ ഫ്രൈ കൂടി ഉണ്ടാക്കി കാണിക്കാം ഞാൻ അവസാനം. ഇനി നമുക്ക് ഓരോ സിപ്പ് ലോക്ക് പാക്കറ്റിലാക്കി സൂക്ഷിക്കാം. ഈ മുറിച്ച് വെച്ച ചക്ക നമ്മൾക്ക് ഇതുപോലെ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ എടുത്ത് വെക്കുമ്പോൾ എപ്പോഴും നോക്കേണ്ടത് വെച്ചാൽ നമുക്ക് ഒരു പ്രാവശ്യം എടുക്കാനില്ല ചക്ക മാത്രമേ ഒരു പാക്കറ്റിൽ ഇടാവൂ. അപ്പം അതിൽ കൂടുതൽ എടുക്കരുത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് പകുതി എടുത്ത് പകുതി ബാക്കി വീണ്ടും ഫ്രീസറിൽ കയറ്റരുത്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെക്കുക. ഇങ്ങനെയുള്ള സിപ്പ് ലോക്ക് പാക്കറ്റിലോ അല്ലെങ്കിൽ സാധാരണ പ്ലാസ്റ്റിക് കവറിലോ ഇങ്ങനെ നിങ്ങൾ വെക്കുന്നത് വെച്ചാൽ ഇതുപോലെ ചെയ്യുക. ഞാനിപ്പോൾ ഇത്രയാണ് കേട്ടോ ഒരു പ്രാവശ്യത്തേക്ക് വേണ്ടത്, ഇതുപോലെയാണ് എടുത്ത് വെക്കാറ്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഇതിൻ്റെ കാറ്റ് മുഴുവൻ കളയണം. ഇതുപോലെ ടൈറ്റായി പിടിച്ചാൽ മതി. പിടിച്ച് ഇതുപോലെ വലിച്ച് വെച്ച് സിപ്പ് ലോക്ക് ഇട്ടാൽ മതി. അപ്പോൾ തന്നെ ഇതിൻ്റെ കാറ്റൊക്കെ ഇപ്പോഴും കണ്ടില്ലേ, ഇതാ ടൈറ്റായി നിൽക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ എല്ലാം തന്നെ നിറച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇത് വെച്ച് ചക്ക പുഴുക്കും ചിക്കൻ കറിയും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല അല്ലേ? ഈ മഴക്കാലം വരുമ്പോൾ വൈകിട്ട് ഒരു കട്ടൻ ചായയും ഈ ചക്ക പുഴുക്കും ചിക്കൻ കറിയോ ചിക്കൻ സുക്കിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ നമ്മൾ ഒരു വർഷത്തേക്ക് എടുത്ത് വെക്കുന്ന ചക്ക ഉണ്ടല്ലോ, തീരെ കേടാവില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ വർഷം എടുത്ത് വെച്ചത് എനിക്ക് ഈ വർഷം വരെ ഉണ്ടായിരുന്നു. ഈ വർഷം ചക്ക ഉണ്ടാകുന്ന സമയം വരെ എൻ്റെ കഴിഞ്ഞ വർഷത്തെ ചക്ക ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, കേടാവാതെ കുറച്ചുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടി ഞാൻ ചക്ക ചിപ്സ് ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഞാനത് കുറച്ച് ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ചക്ക ചിപ്സ് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഉണ്ടാക്കാൻ, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കാണിക്കാതിരുന്നത്. ചക്ക ചിപ്സ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് മൂത്ത ചക്ക തന്നെ വേണം കേട്ടോ, അധികം ഇളയ ചക്ക വെച്ച് ഉണ്ടാക്കരുത്. ഇത് ഞാനിപ്പോൾ മറ്റേ ചക്കയ്ക്ക് വേണ്ടി ഞാൻ വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. വലിയൊരു പരന്ന പാത്രത്തിലാണ് കേട്ടോ ഞാൻ വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 3 പാത്രത്തിൽ ഇതുപോലെ വെള്ളം എടുക്കണം. പച്ചവെള്ളമാണ് കേട്ടോ. അതിലേക്ക് ഞാനിത് ഐസാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഓരോ പാത്രത്തിൽ ഐസാവാൻ വെച്ചിരുന്നു. ഫ്രീസറിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് ഐസ് ക്യൂബ്സ് ഒന്നും ഇട്ടാൽ പോരാ, നമുക്ക് ഈ വെള്ളം നന്നായി നല്ല തണുപ്പ് വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഐസ് ക്യൂബ്സ് കുറവായിരുന്നു ട്രെയിൽ, അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ പാത്രത്തിൽ ഇട്ടത് കേട്ടോ. അപ്പോൾ എന്താ 3ലേക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്ര ഐസ് ഇട്ടപ്പോൾ എനിക്ക്
വെള്ളത്തിന് തണുപ്പ് വരാൻ തോന്നി. അപ്പോൾ ബാക്കി ഫ്രീസറിൽ ഉണ്ടായിരുന്ന ഐസ് ക്യൂബ്സ് കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചക്ക റെഡിയാക്കി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൻ്റെ ടൈമിങ് കറക്റ്റായിരിക്കണം. പിന്നെ നമ്മുടെ വെള്ളമൊക്കെ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്, പൊടിയുപ്പ്. കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇത് നന്നായി തന്നെ തിളക്കുന്നത്, ഇതുപോലെ വെട്ടി തിളക്കണം. ആ സമയത്ത് നമുക്ക് ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നായിട്ടെല്ലാം ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഈ ഉപ്പൊന്ന് അരിഞ്ഞതിന് ശേഷം നമുക്ക് കുറേശ്ശായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 2-3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ചക്ക ഇതുപോലെ ചെയ്തെടുക്കുന്നുള്ളത്. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കറക്റ്റായി വരില്ല. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു വാച്ച് നോക്കണം. 2 മിനിറ്റ് സമയമാണ് കേട്ടോ. ഇതിട്ട് കഴിഞ്ഞ് നമ്മൾ 2 മിനിറ്റ് സമയം കൃത്യം ക്ലോക്കിലോ വാച്ചിലോ അലാറം സെറ്റ് ചെയ്താലും മതി. ഒരിക്കലും മറന്നു പോകരുത്. ആ സമയത്ത് തന്നെ നമ്മൾ എടുക്കണം. അത്ര സമയം വെക്കണ്ട കേട്ടോ. അതായത് ഞാൻ മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് വെള്ളത്തിൽ താത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് കഴിയട്ടെ. ഇത് അടുപ്പിൽ തന്നെ ഉണ്ട്, അടുപ്പ് ഓഫ് ചെയ്തിട്ടൊന്നുമില്ല ഞാൻ. ഇപ്പോൾ കൃത്യം 2 മിനിറ്റായി കേട്ടോ. നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. കോരി എടുത്ത ഉടനെ അരിപ്പ കയ്യിൽ വെച്ചിട്ടാണ് കേട്ടോ എടുക്കേണ്ടത്. അത് എടുത്ത ഉടനെ നമ്മൾ പച്ചവെള്ളത്തിൽ ഇട്ട് കൊടുക്കണം. ഉടനെ ഇടണം കേട്ടോ. അത് കൂടുതൽ വെന്ത് പോകരുത്. ഈ ഒരു കണക്ക് വേണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരേ പാത്രത്തിൽ തന്നെ ഇടരുത്, മാറി മാറി ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഇട്ട് കഴിയുമ്പം ആ വെള്ളം ചൂടായിട്ടുണ്ടാവും. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുമ്പോൾ മറ്റേ പാത്രത്തിലേക്ക് വേറെ പാത്രത്തിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ ചക്കയുടെ പാകം തെറ്റിപ്പോവും. ഇതേപോലെ തന്നെ ചെയ്യണം കേട്ടോ. ചക്ക നമ്മളെപ്പോഴും മുറിച്ച് അന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. എനിക്കത് പറ്റിയില്ല. ഇന്നലെ ചക്ക വരട്ടി വെച്ചിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ഗസ്റ്റ് വന്നുകൊണ്ട് ഈ പണിയൊന്നും നടന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിറ്റേ ദിവസമാണ് ഇത് ഉണ്ടാക്കുന്നുള്ളത്. ഞാൻ പച്ചവെള്ളത്തിൽ നമ്മളൊരു 4-5 മിനിറ്റ് ഇട്ടതിന് ശേഷം നമുക്കിത് കോരി അരിപ്പയിലേക്ക് മാറ്റാം. അപ്പോൾ ആദ്യം കോരി എടുത്ത് അരിപ്പയിൽ വെള്ളം വരുമ്പോൾ നമുക്ക് അതൊരു തുണിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഫാനിൻ്റെ കീഴിലോ എവിടെയെങ്കിലും വെച്ച് ഒന്ന് ഉണക്കിയെടുക്കണം. നന്നായി തുണിയിൽ വെള്ളം ഉപ്പിയെടുത്താലും മതി കേട്ടോ. വെള്ളമില്ലാതെ വേണം നമ്മളെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഒരു തുണി വിരിച്ച് അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. വെയിലുള്ള സമയമാണെങ്കിൽ ഒന്ന് വെയിലത്ത് ഉണക്കിയെടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വെയിലൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഫാനിൻ്റെ കീഴിൽ വെച്ചിട്ടാണ് കേട്ടോ അത് ഉണക്കിയെടുക്കുന്നുള്ളത്. എന്തായാലും വെള്ളമൊക്കെ പോയി നല്ല ഡ്രൈ ആയി കിട്ടണം നമുക്ക് ഈ ചക്ക. അത്രയും സമയം ഞാൻ ഫാനിൻ്റെ അടിയിലിട്ട് വേറൊരു തുണി വെച്ച് ഇതുപോലെ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇനി വേറെ രീതിയിൽ നമുക്ക് ചക്ക സൂക്ഷിക്കാം കേട്ടോ. തിളപ്പിച്ച വെള്ളത്തിലേക്ക് കല്ലുപ്പൂ കൂടി ഇട്ട് തിളപ്പിച്ച് വെച്ച വെള്ളം ആറിക്കഴിയുമ്പോൾ നമ്മൾ ഭരണിയിലേക്ക് ഒഴിച്ച് അതിൽ ഇതുപോലെ ചക്ക ഇട്ട് വെക്കും കേട്ടോ. കുരുവൊക്കെ കളഞ്ഞ് ഇട്ട് വെച്ചാൽ 1 വർഷം വരെ ആ ഉപ്പിലിട്ട ചക്ക അതുപോലെ തന്നെ ഉണ്ടാവും. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു സൂക്ഷിക്കാറ്. ഇപ്പോൾ നമ്മൾ ഈ ഫ്രിഡ്ജൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇതുപോലെ എടുത്ത് വെക്കുന്നത് കേട്ടോ. ഇനി ഓരോ പാക്കറ്റുകളിലായി നമുക്ക് സൂക്ഷിക്കാം. ഇതുപോലെ സിപ്ലോക്ക് പാക്കറ്റ് തന്നെ വേണമെന്നില്ല. നമ്മൾ വീട്ടിൽ എന്തെങ്കിലും സാധനം വാങ്ങിച്ച് ചായപ്പൊടിയോ ഗോതമ്പ് പൊടി ഇങ്ങനെ കൊണ്ടുവന്ന കവറൊക്കെ കഴുകി നല്ല ക്ലീൻ ചെയ്ത് വെച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ എയർ മുഴുവനും കളയണം കേട്ടോ. ഇതിലൊട്ടും ഉണ്ടാവാൻ പാടില്ല. ഏത് കവറിലായാലും നമ്മൾ ഒട്ടും എയർ ഇല്ലാത്ത പോലെ വേണം അത് ടൈറ്റായി കെട്ടി വെക്കാൻ. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഐസ് ഉണ്ടാവും കേട്ടോ. നമ്മൾ ചക്ക ഫ്രഷായിരിക്കില്ല. ഇപ്പം ഞാനിതിൻ്റെ സൈഡിലേക്ക് ഒരു സ്ട്രോ വെച്ച് എയറൊക്കെ മുഴുവനും വലിച്ച് കളയുന്നുണ്ട്. ഇങ്ങനെ കളഞ്ഞിട്ട് വെച്ചാൽ ചക്ക 1 വർഷം വരെ കേടാകാതിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ എല്ലാ ചക്കയും ഇതേപോലെ തന്നെ കവറുകളിലാക്കി സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഞാൻ ചക്കക്കുരുവൊക്കെ കഴുകി ഇവിടെ ഉണങ്ങാനായി വെച്ചിട്ടുണ്ട്. നന്നായി കഴുകിയിട്ട് വേണം ഇതുപോലെ ഉണക്കിയെടുക്കാൻ. ഇനി നമ്മളെങ്ങനെ സൂക്ഷിക്കേണ്ടതെന്ന് നോക്കാം. ഇതുപോലെ പൊട്ടിയ ചക്കക്കുരുവൊക്കെ മാറ്റി വെക്കണം. പൊട്ടിയതൊരിക്കലും നമ്മൾ സൂക്ഷിക്കരുത് കേട്ടോ 1 വർഷത്തേക്ക്. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഈ സമയങ്ങളിൽ കറി വെക്കാനായി എടുക്കാം. അപ്പോൾ ഞാനിതൊക്കെ മാറ്റി നല്ല കുരു മാത്രം എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതുപോലെ പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടുണ്ടല്ലോ, വെജിറ്റബിൾ ട്രേയോ, അതിൽ വെച്ചാൽ മതി കേട്ടോ. ഒരിക്കലും കേടാവില്ല. നമുക്ക് അതേപോലെ സൂക്ഷിക്കാം. വേറെ ഞാൻ 2-3 രീതിയിൽ സൂക്ഷിക്കുന്നുണ്ട്. അത് ഞാൻ പിന്നെ എപ്പോഴും കാണിച്ചു തരാം കേട്ടോ. ഇനി പച്ചമാങ്ങയും ചക്കക്കുരുവും വെച്ച് ഞാനൊരു കറി ഉണ്ടാക്കി കാണിക്കാം. ഇതുണ്ടെങ്കിൽ നമ്മൾക്ക് കഞ്ഞിക്ക് വേറൊരു കറിയും വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയ മാവിൽ നിന്ന് ഒരു മാങ്ങ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ മാങ്ങ നല്ല മധുരമാണ് കേട്ടോ. ഇതിൻ്റെ പച്ച മാങ്ങയും കൂടി മുറിക്കുമ്പോൾ നല്ല മഞ്ഞ കളറാണ് അകത്ത്. അധികം പുളിയൊന്നുമില്ല. അങ്ങനെയുള്ളൊരു മാങ്ങയാണ് കേട്ടോ.
അപ്പോൾ ഞാൻ ചക്കക്കുരു മുറിച്ചത് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ മാങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്കൊരു 3 വിസിൽ വരുത്താം. അത് നന്നായി തന്നെ ഇതാ വെന്തിട്ടുണ്ട്. 3 വിസിൽ കഴിയുമ്പോൾ ഞാൻ ഓഫ് ചെയ്താണ് കേട്ടോ. ഇതുപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി താളിച്ച് കൊടുക്കാം. ഇത് തേങ്ങയൊന്നും ചേർക്കാത്ത ഒരു കറിയാണ് കേട്ടോ. നമ്മുടെ ഈ കാസർഗോഡ് ഭാഗത്ത് എല്ലാവർക്കും ഇഷ്ടമാണിത്. ഇത് കടുക് പൊട്ടിയാൽ ഇതിലേക്ക് കറിവേപ്പിലയും പിന്നെ ചില്ലി ഫ്ലേക്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ വീട്ടിൽ പൊടിച്ച മുളകും വെളുത്തുള്ളിയും കൂടി ഇടിച്ചതാണിത്. അത് 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പം നമുക്കിതിലേക്ക് ചക്കക്കുരുവും മാങ്ങയും വേവിച്ചത് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ ടേസ്റ്റിയാണ് ഈ കറി. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അടുത്തത് ഞാൻ ചക്ക ഫ്രൈ കാണിച്ചു തരാം. പച്ച ചക്ക വെച്ച് എങ്ങനെ നമുക്ക് ഫ്രൈ ഉണ്ടാക്കുന്നത് നോക്കാം. സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും വീട്ടുകാർക്കും എല്ലാം നമ്മൾ അപ്പോൾ ഫ്രീസറിൽ വെച്ച ഒരു പാക്കറ്റ് ചക്ക ഞാൻ പുറത്ത് കുറച്ച് സമയം മുന്നേ എടുത്ത് വെച്ചതാണ്. അത് വെച്ചാണ് നമ്മളിന്ന് ചക്ക ഫ്രൈ ഉണ്ടാക്കുന്നുള്ളത്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ മുറിച്ച് വെക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഇതുപോലെ ചെറുതായി മുറിച്ചത്. ഇതിനൊക്കെ ഇതുപോലെ തന്നെയാണ് കേട്ടോ എടുക്കാറ്. അരിപ്പൊടി കടലപ്പൊടിയും അതിലേക്ക് കുറച്ച് കായം മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ചക്ക ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇതേപോലെ ഇട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. നല്ലൊരു ചക്ക ഫ്രൈ ആണ്. എല്ലാവർക്കും ഇഷ്ടമാവും. കായം ഇടാൻ മറക്കരുത്. അതിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇതിന്. അപ്പോൾ സാധാരണ നമ്മൾ എല്ലാം ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ നമുക്കിതും ഫ്രൈ ചെയ്തെടുക്കാം. ഇത്തിരി എണ്ണയൊന്നും കുടിക്കാത്തതാണ് കേട്ടോ ഈ ചക്ക ഫ്രൈ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.